കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കുടുംബമായി ഞങ്ങൾ ഇപ്പോൾ ബോംബെയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. IPC ഉള്ള ബന്ധത്തിൽ സഭാ ശുശ്രൂഷയും കർത്താവ് ഏൽപ്പിച്ച മറ്റ് ആത്മീയ ശുശ്രൂഷകളും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പട്ടണത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവം കുടുംബജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. മോൾക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങളെ ജയോത്സവമായി ഇതുവരെയും നടത്തുന്ന കൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ കൃപയാല് ശുശ്രൂഷയിലായിരുന്ന മാതാപിതാക്കളുടെ മകളായിട്ട് ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇളയൊരു സഹോദരനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കുടുംബമായി വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, കുടുംബമായി കർത്താവിന് വേല ചെയ്യുന്നതിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. മാതാപിതാക്കൾ അവർ സഞ്ചരിച്ച അതേ പാതയിൽ തന്നെ തലമുറകളായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കർത്താവിന് വേല ചെയ്യുവാൻ ദൈവം അവസരം തന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചപ്പോൾ മറ്റു യാതൊന്നും നോക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം ഭാഗ്യം തന്നു. ഓർമ്മയായ സമയം മുതൽ പാഴ്സനേജിലാണ് വളർന്നതും നല്ല ജീവിതത്തിന്റെ നല്ല സമയങ്ങളും പാഴ്സനേജിലാണ് ചെലവഴിച്ചത്. ഇന്നും പാഴ്സനേജിലായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് അതില്. സുവിശേഷ വേലയുടെ കഷ്ടതകളും ഭാരങ്ങളും ഒക്കെ അറിഞ്ഞും കണ്ടും വളർന്നും ഒരു 35 വർഷം പഴയ വഴക്കമുള്ള സുവിശേഷ വേലയുടെ കഷ്ടങ്ങളൊക്കെ അറിഞ്ഞും കണ്ടുമാണ് ഞാൻ വളർന്നു വന്നത്. എങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്നതുകൊണ്ട് പൂർണ്ണസമയമായിട്ട് ഒരു സുവിശേഷ വേല ചെയ്യുവാനോ ഒരു പാസ്റ്റർ ഭാര്യയായിട്ട് ഇരിക്കുവാനോ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. എങ്ങനെയെങ്കിലും പഠിക്കണം, നന്നായി പഠിച്ച് ലോകപ്രകാരം ഒരു ജോലി സമ്പാദിക്കണം, മാതാപിതാക്കളുടെ കഷ്ടതകളും ഭാരങ്ങളൊക്കെ മാറ്റണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ പഠിച്ചു വന്നത്. എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനും അതിനു മുൻപായി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. മാതാപിതാക്കൾ വളരെ ആത്മശിക്ഷണത്തോടും പഥ്യോപദേശത്തിലും ഞങ്ങളെ രണ്ടുപേരെയും വളർത്തി. അങ്ങനെ കർത്താവിന്റെ വേലയോട് താല്പര്യമുണ്ട്. എന്നാൽ പൂർണ്ണസമയം എന്റെ മമ്മി ആയിരിക്കുന്ന പോലെ ഒരു പാസ്റ്റർ ഭാര്യയായിട്ട് പാഴ്സനൽ ജീവിച്ച് അങ്ങനെ ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ മാതാപിതാക്കൾക്ക് വസ്തുവോ ഭവനമോ ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനുള്ള സാധ്യതകളുമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, അതൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്. അപ്പോൾ ആ ഭവനത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് ലോകപ്രകാരം ജോലി സമ്പാദിച്ച് ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ പഠിച്ചു. എന്നാൽ ഞാൻ +1 പഠിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ദൈവം എന്നെ വ്യക്തമായി ദർശനങ്ങൾ ഇടയായി തുറന്നു. ദർശനങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ കൂടിയും കർത്താവ് എന്നോട് സംസാരിച്ചു. ആ കർത്താവ് എന്നോട് സംസാരിച്ച ആ വചനം എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എനിക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തോന്നും. ആ ദർശനത്തിൽ കൂടിയും ആ ദൈവവചനത്തിൽ കൂടിയും കർത്താവിനോട് സംസാരിച്ചപ്പോൾ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന, എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ തിരിച്ചറിയുവാൻ ഇടയായി തീർന്നത് കൊണ്ട് കർത്താവിന്റെ ഹിതപ്രകാരം ദൈവം എന്നെ എന്നോട് സംസാരിച്ച ആ ദൈവവചനത്തിനനുസരിച്ച് എന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ച 17ാമത്തെ വയസ്സിൽ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാറിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് ഞാൻ കടന്നുപോയി. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ഫീസ് അടയ്ക്കുവാനോ അവിടെയുള്ള മറ്റ് യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുവാനോ എന്റെ പിതാവിന്റെ കയ്യിൽ സാമ്പത്തികമില്ല. വളരെ പ്രതിസന്ധിയുടെ അനുഭവങ്ങളായിരുന്നു. എങ്കിലും മുൻപിൽ നോക്കുമ്പോൾ മുഴുവൻ ശൂന്യതകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചപ്പോൾ ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ അങ്ങയുടെ വേല ചെയ്യാം. ഞാൻ അതിൽ നിന്നും മാറി ഒരിക്കലും ഞാൻ സഞ്ചരിക്കുകയില്ല. പക്ഷേ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി തരണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അന്ന് 17ാമത്തെ വയസ്സിൽ ദൈവവചനം പഠിക്കുവാനായി ഞാൻ ആ സ്ഥാപനത്തിൽ കടന്നുപോയ സമയം മുതൽ ഇന്ന് ഈ സമയം വരെയും ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെയും എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളുടെ മേലും കർത്താവിന്റെ കരം കൂടിയിരുന്നു. എന്റെ മാതാപിതാക്കളെ ആശ്രയിക്കുവാൻ, അവരോടൊരു കാര്യം ചോദിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. എനിക്കൊരു വലിയ രോഗത്തിന്റെ പ്രതിസന്ധി കടന്നു വന്നു. ഞാൻ അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. അനേക ലക്ഷം പൈസ അതിന് ചെലവായി. പക്ഷേ എന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ആരും അതിനുവേണ്ടി കരുതുവാൻ ഇല്ലാതിരുന്നു എന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി സ്വർഗത്തിലെ ദൈവം വഴികൾ തുറന്ന് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോയപ്പോൾ ദൈവമായിട്ട് ചെയ്ത ഒരു ഉടമ്പടി അതായിരുന്നു. എന്റെ ജീവിതത്തിന്റെ ഒരു ആവശ്യം പോലും ഞാൻ കർത്താവിനോട് പറയത്തില്ല, ഞാൻ എൻ മാതാപിതാക്കളോട് പറയത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഞാൻ
പലപ്പോഴും അവിശ്വസ്തയെ തീർന്നപ്പോഴും, ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും, ഞാൻ പലപ്പോഴും ദൈവത്തിൽ അകന്നു പോയപ്പോഴും, ഹൃദയം കൊണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ പിന്മാറിപ്പോയപ്പോഴും, ആമേൻ, ദൈവം വിശ്വസ്തനായി ഇന്നും പാർക്കുന്നു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം അത് തന്നെയാ. ആമേൻ, നമ്മുടെ അവിശ്വസ്തത, ആമേൻ, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും ഭംഗം വരികയില്ലെന്ന് നാം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായി കർത്താവിന്റെ സാന്നിധ്യം ഇന്നും കൂടെയുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ദൈവവചന പാഠശാലയിൽ നിന്നും ദൈവവചന പഠനം പൂർത്തീകരിക്കാൻ കർത്താവിനെ സഹായിച്ചു. കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവിന്റെ വേലയിൽ തന്നെ ആയിരുന്ന ദൈവവചന പഠിച്ച ഒരു ദൈവദാസനുമായിട്ട് എന്നെ വിവാഹം കഴിയുവാൻ ദൈവം സഹായിച്ചു. കുടുംബജീവിതത്തിൽ ദൈവം 2 കുഞ്ഞുങ്ങളെ നൽകി. എന്നാൽ സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിന്റെ ആഗ്രഹമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളത്. അനേക സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷയ്ക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരുന്നു. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെന്ന് നന്നായിട്ട് അറിയാം. എങ്കിലും കർത്താവെ, നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് വിവാഹശേഷവും ഞാൻ പ്രാർത്ഥിച്ചു. വിവാഹം ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ നാട്ടിലുള്ള കേരളത്തിലുള്ള മല്ലപ്പള്ളി ഡിസ്ട്രിക്ട് IPCയുടെ മല്ലപ്പള്ളി ഡിസ്ട്രിക്റ്റിൽ സഭയുടെ ശുശ്രൂഷകനായി അവസരം ലഭിക്കുമ്പോൾ തന്നെയായിരുന്നു വിവാഹവും നടന്നത്. 5 വർഷക്കാലം 2 സഭകളിൽ ഞങ്ങൾക്ക് സെൻട്രൽ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. എന്നാൽ 2017 ഈ പട്ടണത്തിലേക്ക് വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം തന്നു. കർത്താവ് അങ്ങനെ ഒരു വഴി ഞങ്ങൾക്ക് തുറന്നപ്പോൾ മറ്റു യാതൊന്നും ഞങ്ങൾ നോക്കിയില്ല. ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒന്നും നോക്കാതെ നാട്ടിലുള്ള സകലതും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ പട്ടണത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്റെ ഇളയ കുഞ്ഞിന് 5 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത്. എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി, നിങ്ങൾ നാട്ടിൽ നിന്ന് പോകേണ്ടെന്ന യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവിടെ ശുശ്രൂഷയിലായിരുന്നത്. എന്നാൽ കർത്താവിന്റെ ഹിതം ഞങ്ങളെക്കുറിച്ച് അതല്ല എന്ന് തിരിച്ചറിയുകയും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇവിടേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. അങ്ങനെ ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ ആവശ്യമായ സകല വഴികളെയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. പ്രിയപ്പെട്ടവരെ, കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് പുസ്തകവും കുറച്ച് പാത്രങ്ങളും മാത്രം ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങോട്ട് അയച്ച് ഞങ്ങളും പുറകെ പോരുകയായിരുന്നു. വേറെ യാതൊരു സാഹചര്യങ്ങളും മറ്റ് യാതൊന്നും ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നാട്ടിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അത് മുഴുവൻ നാട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ദൈവം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ വേണ്ടുന്ന വഴികൾ തുറന്ന് കർത്താവ് സകലതും നിറവേറ്റി തന്നു. ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ ഈ പട്ടണത്തിൽ കർത്താവിന്റെ വേല ചെയ്തു വരുമ്പോൾ 2019 ആണ്ടിന്റെ അവസാന മാസം നവംബർ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ എന്റെ ശരീരത്തിൽ ഒരു ചെറിയ മുഴ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അതും നിമിത്തം എനിക്ക് ശാരീരികമായിട്ട് യാതൊരു വിധമായ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും എനിക്ക് ഉണ്ടായില്ല. എങ്കിൽ തന്നെയും നവംബർ മാസം അവസാന ആഴ്ച ആയപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഞങ്ങൾ പോയി. എന്നാൽ അദ്ദേഹം പരിശോധിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ബയോപ്സിക്ക് നിർദ്ദേശിച്ചു. ബയോപ്സിക്ക് നിർദ്ദേശിക്കുമ്പോഴും അല്ലെങ്കിൽ ബയോപ്സിക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഭവനത്തിലുള്ള ഞങ്ങളുടെ പിതാവ് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പോലും പറഞ്ഞില്ല. കാരണം ഒരു ലെവലേശം പോലും അതിനകത്തൊരു ഭാരമേറിയ അവസ്ഥ ഉണ്ടാകുമെന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായില്ല. കാരണം അത് മുഖാന്തരം എനിക്കൊരു പ്രയാസങ്ങളും ഇല്ലാത്തത് കൊണ്ട് സാധാരണ രീതിയിൽ കണ്ടെത്തിയ ഒരു മുഴയായിരിക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ചിന്ത ഞങ്ങൾക്ക് പോയിരുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ 2019 ആണ്ട് നവംബർ മാസം 30 വെള്ളിയാഴ്ച പകൽക്കാലം ആലയത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യിരെമ്യാ പ്രവചനം 18 അധ്യായം എന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ ആ വചനം നമുക്കെല്ലാം സുപരിചിതമായ വചനമാണത്. കുശവന്റെ കയ്യിൽ ചീത്തയായി പോയ പാത്രത്തെ തനിക്ക് ഹിതമുള്ള മറ്റൊരു പാത്രം പോലെ മെനയുന്ന ആ കാഴ്ച കാണുവാൻ ദൈവം എന്ത് ചെയ്തു? യിരെമ്യാവിനെ ആ കുശവന്റെ ചക്രശാലയിലേക്ക് അല്ലെങ്കിൽ കുശവന്റെ ആ ശാലയിലേക്ക് പണിശാലയിലേക്ക് അയക്കുന്നതായിട്ടാണ് നാം ആ വചനത്തിൽ കാണുന്നത്. വളരെ സുപരിചിതമായ വേദഭാഗം ആയതുകൊണ്ട് അതെടുത്ത് വായിക്കുവാൻ ഞാൻ തുനിഞ്ഞില്ല. എന്നാൽ ഭവനത്തിൽ മടങ്ങി വന്ന ഉച്ചയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഞാൻ ബയോപ്സി റിസൾട്ട് ബുധനാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞു. ബുധൻ കഴിഞ്ഞു, വ്യാഴം കഴിഞ്ഞു, വെള്ളിയായിട്ട് റിപ്പോർട്ട് വിളിക്കാത്തത് കൊണ്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് തന്നെയാണ് ആ ന്യൂസ് പറയുന്നത്. എന്റെ ശരീരത്തിൽ കണ്ടെത്തിയ മുഴ ബയോപ്സിക്ക് അയച്ചപ്പോൾ 2 പ്രാവശ്യം അവർ ബുധനാഴ്ച റിപ്പോർട്ട് വന്നു. എന്നാൽ ആ റിപ്പോർട്ട് അവർക്ക് ഡൗട്ട്ഫുൾ ആയതുകൊണ്ട് അവർ എഗെയിൻ പിന്നെയും അയച്ചു ഇവിടെയുള്ള മുള്ളുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അത് പിന്നെയും അയച്ചു. ടെസ്റ്റിന് വേണ്ടി അയച്ചപ്പോൾ പിന്നെയും വ്യാഴാഴ്ച റിപ്പോർട്ട് ക്യാൻസർ പോസിറ്റീവ് എന്നുള്ളതാണ് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ,
മാനസികമായി വളരെ ഭാരമുണ്ടായി, തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ അങ്ങനെ ഒരു വൈദ്യശാസ്ത്ര റിപ്പോർട്ട് നമ്മെ തേടിയെത്തുമ്പോൾ, നമ്മുടെ കാതിൽ നാം അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം വളരെ ഉള്ളതാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്കും വളരെ ഭാരമുണ്ടായി. ഞങ്ങൾ കുടുംബമായി വളരെ സങ്കടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ ആകുലപ്പെട്ടു. തുടർന്ന് എന്ത് ചുവട് അടുത്ത് വെക്കണമെന്ന് അറിയാൻ കഴിയാതെ ഞങ്ങൾ വിഷമിച്ചു. വളരെ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് പോരെ, അവിടെ നിങ്ങൾക്ക് ആരും സഹായമില്ല. ഈ പട്ടണത്തിൽ ഞങ്ങൾ 3-ാം വർഷം, അഭാഷയുടെ പരിമിതി എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് പരിമിതികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് വേഗം പോരെ, ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, സ്നേഹിതരൊക്കെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടു. കർത്താവിന്റെ വേല ഈ പട്ടണത്തിൽ നിന്നല്ല, നോർത്ത് ഇന്ത്യയിൽ ദൈവം എവിടെ അയച്ചാലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി കടന്നു വന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് വിട്ടിട്ട് പോവുക എന്നുള്ളത് ചിന്തിക്കുവാൻ കഴിയുന്നതിന് കൂടി അപ്പുറമായ കാര്യമായിരുന്നു. എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ, ഉറങ്ങുവാൻ കഴിയാത്ത രാത്രിയുടെ യാമങ്ങൾ, ചില ദിനങ്ങൾ ഞങ്ങൾ തള്ളി നീക്കി. ആമേൻ, സ്തോത്രം. എന്നാൽ വളരെ പ്രാർത്ഥിച്ചും വളരെ ദൈവത്തോട് ആലോചന ചോദിച്ചും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചും എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഒരാഴ്ചക്കകം ഞങ്ങൾ തീരുമാനത്തിലേക്ക് എത്തി. ഈ പട്ടണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. എന്ത് വന്നാലും, ഈ മരണമാണ് എന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്നതെങ്കിൽ പോലും അത് ഒരിക്കലും നാട്ടിൽ പോകത്തില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കുടുംബമായി എത്തിച്ചേർന്ന്, പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഞങ്ങൾ ആ തീരുമാനമെടുത്ത സമയം മുതൽ ഞങ്ങൾക്ക് വേണ്ടി വഴികൾ കർത്താവ് ഒരുക്കി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുൻപിൽ പരിമിതികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് എവിടെയൊക്കെയാണോ പരിമിതികൾ ഉണ്ടായിരുന്നത്, ഏതൊക്കെ മേഖലകളിലാണോ ഞങ്ങൾ പരിമിതപ്പെട്ടത്, ആ സമസ്ത മേഖലകളിലും ഞങ്ങളുടെ പരിമിതികളെ ഭേദിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ അദൃശ്യമായ കരത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തുടർന്നുള്ള ചില മാസങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമുക്ക് പലവിധമായ പരിമിതികൾ കാണും. പക്ഷേ കർത്താവിന്റെ പെർഫെക്റ്റ് വില്ലിലാണ് ഞാനും നിങ്ങളുമായി ആയിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പരിമിതികളും തോന്നുന്ന സകലതിനെയും മാറ്റുവാൻ ദൈവഹിതത്തിന് കഴിയുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇവിടെ വന്നു, ഇവിടെ തന്നെ നിൽക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അതിന് മുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രൈഡേ ആണ് ഈ റിപ്പോർട്ട് വരുന്നതെന്ന്. സാറ്റർഡേ സൺഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആരാധനയ്ക്ക് ഞങ്ങൾ ആലയത്തിൽ ചെന്നപ്പോൾ എല്ലാവർക്കും, ദൈവമക്കളെല്ലാം അപ്പോഴേക്കും വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. എല്ലാവർക്കും മാനസിക ഭാരം, കർത്താവിന്റെ ദാസനെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ല. ഞങ്ങളെല്ലാവരും, ജനമെല്ലാം വളരെ കരച്ചിലാണ്. എന്റെ ഈ റിപ്പോർട്ട് അറിഞ്ഞ് എല്ലാവരും മാനസികമായി വളരെ ഭാരത്തോടുകൂടി, ആർക്കും പ്രാർത്ഥിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ ഒന്നും കഴിയാത്ത രീതിയിൽ മനസ്സിൽ വളരെ ഭാരത്തോടുകൂടി എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സാക്ഷ്യത്തിന് സമയം തന്നു. സാക്ഷ്യത്തിന് സമയം ഞാൻ ഹോളിൽ ചെന്നിരുന്നപ്പോ തന്നെ ദൈവാത്മാവിനോട് തടയുന്ന ഇടപെട്ട വചനം കർത്താവിനെ പിന്നെയും ഓർപ്പിച്ചു. യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിലെ കുശവന്റെ ശാലയിലെ കാര്യം ദൈവാത്മാവ് എന്നോട് പിന്നെയും കർത്താവ് എന്നെ ഓർപ്പിച്ചു. ഞാൻ വേഗത്തിൽ ആ തിരുവചന ഭാഗം എടുത്ത് വായിച്ചപ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഒരു പ്രോസസ്സിന് വിധേയപ്പെടുവാനായിട്ട് ദൈവം എന്നെ ആഗ്രഹിക്കുന്നു. കുടുംബമായി ഞങ്ങളെ ആഗ്രഹിക്കുന്നു, വ്യക്തിപരമായി എന്നെ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് വചനത്തിൽ കൂടി എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു, പ്രിയപ്പെട്ടവരെ. ആമേൻ. ദൈവദാസൻ സാക്ഷ്യത്തിന് സമയം തന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വചനമാണിത്. പക്ഷേ ഇതാണ് തുടർന്നുള്ള ജീവിതത്തിൽ വരുവാൻ പോകുന്നതെന്ന് എനിക്ക് ആ പകലും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. നല്ല കുശവനായ കർത്താവിന്റെ കരങ്ങളിൽ തനിക്ക് ഹിതമുള്ള പാത്രമായി മെനയുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ എന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു, പ്രിയപ്പെട്ടവരെ. ആമേൻ. വളരെ സന്തോഷത്തോടും ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കർത്താവിന്റെ പണിശാലയില. ഇന്ന് ഞാൻ കർത്താവിന്റെ പണിശാലയില. ഒരു വേദനയോ ഒരു ഭാരമോ ആമേൻ ഒരു ക്ഷീണമോ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഞാൻ ചിന്തിക്കും, ആമേൻ, കർത്താവിനെ ഓർപ്പിക്കും. ആമേൻ, സ്തോത്രം. നീ കർത്താവിന്റെ പണിശാലയില പിറുപിറുക്കുവാനോ കഷ്ടപ്പെടുവാനോ ആമേൻ ഭാരപ്പെടുവാനോ അനുവദിക്കാതെ കർത്താവ് പറയും, നീ ദൈവത്തിന്റെ പണിശാലയിലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രോഗത്തിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. വേദനകൾ വരുമ്പോൾ, അസ്വസ്ഥതകൾ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സഹിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഭാരങ്ങൾ വരുമ്പോൾ കർത്താവ് പറയും, നീ കർത്താവിന്റെ പണിശാലയിലാണ്. പ്രൈസ് ദി ലോർഡ്.
ആമേൻ കർത്താവിന്റെ പണിശാലയില എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ആരുടെ കരത്തിലാണ്? കുശവന്റെ കരത്തിലാണ്. എന്ത് പാത്രം? ഹല്ലേലൂയ. പാത്രം കുശവന്റെ കരത്തിലാണോ പിന്നെ ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? ആമേൻ കുശവന്റെ കരത്തിലിരിക്കുന്ന പാത്രം ഒരിക്കലും താഴെ പോകുവാൻ കുശവൻ അനുവദിക്കത്തില്ല. കുശവൻ പണിതുകൊണ്ടിരിക്കുകയാ. എപ്പോഴാണോ ആമേൻ തനിക്ക് ഹിതകരമാകുന്ന പാത്രമായി തീരുന്നത്, ആമേൻ അതുവരെയും കുശവൻ പണിതുകൊണ്ടിരിക്കുകയാ. ഇത് മകൾ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഞാനും നിങ്ങളും ചില ഭാരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, ആമേൻ ചില പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ, എന്തേ കർത്താവേ എന്ന് പലപ്പോഴും കർത്താവിനോട് ചോദിക്കാറില്ലേ? എന്നാൽ ഇത് മകൾ ദൈവാത്മാവ് പറയുന്നു, ആമേൻ കുശവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. ദൈവത്തിന് മറ്റൊരു പദ്ധതിയാ ഉള്ളത്. നീ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ കൂടി, നീ അനുഭവിക്കുന്ന വേദനയിൽ കൂടി, ആമേൻ ദൈവത്തിന് പദ്ധതി വേറെയാ ഉള്ളത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഈ രോഗത്തെ അനുഭവം കർത്താവിനെ പഠിപ്പിച്ച ഒരു കാര്യമായത്. ആമേൻ സ്തോത്രം. നമ്മൾക്ക് ഒരു പ്രതിസന്ധി, എല്ലാ പ്രതിസന്ധിയുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നു. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആമേൻ ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചും ചില പ്രതിസന്ധികൾ വരും. ദുഷ്ട പൈശാചിക ശക്തികൾ നമ്മെ തകർത്ത് കളയുവാനായി പ്രതിസന്ധികൾ കൊണ്ടിടും. അതൊക്കെ നാം ആത്മാവിൽ തിരിച്ചറിയണം. എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് ഒരു ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കണം. എന്തിനു വേണ്ടി? കർത്താവെ, ഈ ഒരു ശോധനയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ, ഈ ഒരു പ്രതിസന്ധിയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ അങ്ങ് കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ പദ്ധതി എന്താണോ, അങ്ങയുടെ ഹിതം എന്താണോ, അതുപോലെ എന്നെ രൂപകൽപ്പന ചെയ്യണമേ, എന്നെ മാറ്റണമേ, എന്നെ ആമേൻ പണിയണമേ, പ്രൈസ് ദി ലോർഡ്, എന്നെ മനയണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഇത് മാറണമേ, ഈ പ്രതിസന്ധി മാറണമേ. ഞങ്ങളും പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ പ്രതിസന്ധി വരുന്നതിന് ചില മാസങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ ദാസന്റെ പ്രഭാതത്തിൽ വ്യക്തമായിട്ടുള്ള ദൈവിക ദർശനം കണ്ടു. ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നുവെന്ന്. എന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ലാതെ, എന്റെ കയ്യിൽ ഒരു കയ്യിൽ ചീപ്പും ഒരു കയ്യിൽ കുറച്ച് മെഡിസിനുമായി ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച പ്രഭാതത്തിൽ കണ്ടിട്ട് എന്നെ വേഗത്തിൽ വിളിച്ചോടത്തിന് പറഞ്ഞു, ബ്ലസ്സി, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ ചാ? എനിക്ക് ക്യാൻസർ പോലത്തെ രോഗം വരാനാണോ? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് മുടിയില്ലാത്ത അസുഖം എന്ന് പറയുമ്പോൾ ഇതല്ലേ ചിന്ത വരുന്നത്. അതിനോട് എനിക്കത് അറിയത്തില്ല, പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കണം ശക്തമായിട്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കർത്താവെ മാരകമായ രോഗങ്ങളൊന്നും ജീവിതത്തിൽ കടന്നു വരരുതേ എന്ന്. പക്ഷെങ്കിൽ ചില മാസങ്ങൾ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഞാൻ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയെങ്കിൽ എനിക്ക് തീർച്ചയായും അന്നേരം മനസ്സിലായി, കർത്താവിനൊരു പദ്ധതിയുണ്ട്, കർത്താവിന്റെ ഹിതമുണ്ട്, ഞാൻ അതിൽ കൂടി കടക്കേണ്ടത് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 43 യെശയ്യാപ്രവചനം 43 നാം എന്താ വായിക്കുന്നത്? നീ തീയിൽ കൂടി നടന്നാൽ എന്ത് ചെയ്യത്തില്ല? ആമേൻ, വെന്ത് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല? വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. അതിന്റെ അർത്ഥം നീ വെള്ളത്തിൽ കൂടി കടക്കത്തില്ലെന്നല്ല. പ്രൈസ് ദി ലോർഡ്. നീ തീയിൽ കൂടി നടക്കത്തില്ലെന്നല്ല. എന്താണ് അതിന്റെ അർത്ഥം? നീ തീയിൽ കൂടി നടന്നാലും, നീ വെള്ളത്തിൽ കൂടി നടന്നാലും, പ്രൈസ് ദി ലോർഡ്, അതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ തന്നെയും ഒരു കാര്യം തിരിച്ചറിയുക. എന്ത് ചെയ്യുക? അഗ്നിജ്വാല നമ്മെ മുക്കിക്കളയത്തില്ല. വെള്ളങ്ങൾ നമ്മെ വിഴുകി കളയത്തില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അത് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. സമയം വേഗത്തിൽ മുൻപോട്ട് പോകുന്നില്ല. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ച് ഇവിടെയുള്ള ടാറ്റ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചു. ഞങ്ങൾ അവിടെ കടന്നു ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ കടന്നു ചെയ്യുന്നു. അതൊക്കെ ദൈവം നടത്തിയ വഴികൾ ഭയങ്കരമാണ്. ആ ഹോസ്പിറ്റലിൽ കടന്നു ചെയ്യുന്നു. ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല, പക്ഷെങ്കിൽ അതിനുള്ള വഴികളൊക്കെ ദൈവം ഒരുക്കി. അവിടെ കടന്നു ചെയ്യുന്നു. പിന്നെയും എനിക്ക് ഫർദർ ടെസ്റ്റുകൾക്കൊക്കെ അവരെ വിധേയമാക്കി. ക്യാൻസർ ട്രീറ്റ്മെന്റ് മാത്രമുള്ള ഹോസ്പിറ്റലാണ് ടാറ്റ ഹോസ്പിറ്റൽ. അവിടെ ചെന്ന് എന്റെ ട്രീറ്റ്മെന്റ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയപ്പോൾ എന്റെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ആ രോഗം അതിന്റെ 3rd സ്റ്റേജും കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുവെന്ന് അവിടുന്ന് റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. മാനസികമായി പിന്നെയും ഭാരമുണ്ടായി. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, പകൽ കർത്താവിനോട് പറഞ്ഞു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവർ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ വെച്ച് ആമേൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചപ്പോൾ വളരെ ഭാരമുണ്ടായപ്പോൾ കർത്താവിനോട് പറഞ്ഞ വചനമാണത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവരേറ്റവും അടുത്ത തുണ. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ ദൈവം ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ തക്ക തുണയായി, അതിനേക്കാൾ കൂടിയ വാക്കുണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കുവാൻ കൊള്ളാവുന്നത്. അത്രത്തോളം എന്നെ വളരെ സഹായിച്ചു. എന്റെ രോഗാവസ്ഥയിൽ, എന്റെ ക്ഷീണാവസ്ഥയിൽ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും എന്നെ വേദനിപ്പിക്കാതെ എന്നെ വളരെ
വളരെ ശുശ്രൂഷിച്ചു എന്റെ കർത്താവിന്റെ ദാസൻ. പക്ഷെങ്കിൽ ആമേൻ വചനം എന്താ പറയുന്നത്? ഏറ്റവും അടുത്ത തുണ. ഞാൻ വേദനപ്പെടുമ്പോൾ, ഞാൻ ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ ചെയ്യേണ്ടത് ചോദിക്കും. ഇത്രേ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനേ പറ്റത്തുള്ളൂ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് സൗഖ്യം തരുവാൻ ആമേൻ ആർക്കു മാത്രമേ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ടവരെ? ഏറ്റവും അടുത്ത തുണയായിട്ടുള്ള കർത്താവിനും മാത്രം. ഈ ലോകം തിരിച്ചറിയുക. പ്രതിസന്ധിയിൽ കൂടി ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, കഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ആമേൻ ആരെല്ലാം കൂടെ ഉണ്ടെങ്കിലും ആരെല്ലാം കൂടെ ഇല്ലെങ്കിലും ഏറ്റവും അടുത്ത തുണയായി കർത്താവ് ഉണ്ടോ? കർത്താവിന്റെ സാന്നിധ്യമുണ്ടോ? നാം ആകുലപ്പെട്ടു പോകേണ്ട കാര്യമില്ല കേട്ടോ. നാം ഭാരപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ആമേൻ. കാരണം എന്താ? ഏറ്റവും അടുത്ത തുണയായി കർത്താവുണ്ട്. എപ്പോഴാ? കഷ്ടങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അകന്നു നിൽക്കുന്ന സമയമാ കഷ്ടം, അല്ലെ? കഷ്ടതയുടെ സമയത്ത് ചേർന്ന് നിൽക്കുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. പക്ഷെങ്കിൽ കഷ്ടതയിൽ ആരൊക്കെ നമ്മോട് ചേർന്ന് നിന്നില്ലെങ്കിലും കർത്താവ് ചേർന്ന് നിൽക്കും. ഒന്ന് മകൾ കർത്താവ് വചനം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ബലമായി കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്നുള്ളത്. എന്നാൽ ആമേൻ സ്തോത്രം. ഞാനിത് പറഞ്ഞു പോകുമ്പോൾ ആമേൻ എളുപ്പമാണ് കേൾക്കുവാൻ. പക്ഷെങ്കിൽ അതിൽ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ, നീണ്ട 18 മാസങ്ങൾക്ക് ഞാൻ പലവിധ ട്രീറ്റ്മെന്റുകൾക്ക് വിധേയം. നീണ്ട 17-18 മാസങ്ങൾ. എന്നാൽ ആ 18 മാസങ്ങളിലും കർത്താവിന്റെ കരം കൂടെയിരുന്നു. കർത്താവ് താങ്ങി, ദൈവം പരിപാലിച്ചു, ദൈവം നടത്തി. എനിക്ക് അതിൽ കവിഞ്ഞൊരു വാക്കുകൾ പോലും അതിനകത്ത് പറയുവാനായിട്ടില്ല. ഏകദേശം 29 കീമോതെറാപ്പി, ഹൈഡോസും അല്ലാത്തതുമായിട്ടുള്ള 29 കീമോതെറാപ്പിക്ക് ഞാൻ വിധേയമായി തീർന്നു. 20 റേഡിയേഷൻസിന് ഞാൻ വിധേയമായി തീർന്നു. 2 സർജറി ഈ രോഗത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ അതിൽ കൂടി കടന്നു പോകേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ. ഇത്രയും നീണ്ട അനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശോധനകൾ, ശാരീരിക പ്രയാസങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചപ്പോഴും ഏറ്റവും അടുത്ത തുണയായി കർത്താവിനോട് ഇടപെട്ട വചനം, ഏറ്റവും അടുത്ത തുണയായി കർത്താവിന്റെ സാന്നിധ്യം ആമേൻ അത് എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. ആ സമയമായപ്പോഴേക്കും എന്റെ ആദ്യത്തെ 12 സൈക്കിൾ കീമോ കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ 2020 മാർച്ച് ആ സമയമായപ്പോഴേക്കും ലോക്ക്ഡൌൺ ആയി. എനിക്ക് ഏപ്രിൽ മാസത്തിൽ മാർച്ച് ലാസ്റ്റിൽ സർജറി പറഞ്ഞു. എന്നാൽ ലോക്ക്ഡൌൺ. മുംബൈ പട്ടണം നിങ്ങൾക്കറിയാം, മഹാരാഷ്ട്രയാണ് ഏറ്റവും മുൻപന്തിയിൽ. അതിൽ ബോംബെയാണ് ഏറ്റവും കൂടുതൽ. ആമേൻ. ഞങ്ങളായിരിക്കുന്ന ഈ പട്ടണത്തിലൊക്കെ കോവിഡിന്റെ വ്യാപനം വളരെ കൂടിയിരിക്കുന്ന സമയങ്ങൾ. എന്നാൽ ആ 2020 ഏപ്രിൽ എന്നെ സർജറി കഴിയുവാൻ ദൈവം സഹായിച്ചു. ആരും സഹായിക്കുവാനില്ലാത്ത മേഖലകളിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആമേൻ, ടാറ്റ ഹോസ്പിറ്റൽ ആരും ഞങ്ങൾക്ക് സഹായമില്ല. ചർച്ചിലെ ഒരു ആന്റിയും ഞാനും കൂടി സർജറിക്ക് വേണ്ടി അവിടെ കടന്നു പോകുമ്പോൾ ആന്റിക്ക് വളരെ ഭാരമുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്നോട് പറഞ്ഞു, ബ്ലഡ് സിസ്റ്ററെ എനിക്ക് എന്റെ ധൈര്യം ക്ഷയിച്ചു പോകുന്നു, എനിക്കൊന്നും അറിയില്ല, ബ്ലഡ് സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക ആന്റി എന്ന് പറഞ്ഞു. ആന്റിയാണ് എന്റെ സർജറിക്ക് കൂടെ നിന്ന്. ആന്റി, ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ടാറ്റ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ട അറിവ് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ അത്രത്തോളം ഭയാനകമായ അനുഭവമാണ് അവിടുത്തേത്. എന്നാൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തലേ ദിവസം രാത്രിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ റൗണ്ട്സിൽ വന്ന ഡോക്ടർ എന്റെ ഫയലിനകത്ത് എഴുതി വെച്ചു, ഗീവ് പ്രയോറിറ്റി ടു ദിസ് പേഷ്യന്റ് എന്ന്. ആ ഡോക്ടറെ എനിക്കറിയില്ല, ആ ഹോസ്പിറ്റലിൽ ആരെയും എനിക്കറിയില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ആരെയും അറിയാത്തടത്തോളം സമയത്ത് അദ്ദേഹം എന്റെ ഫയലിനകത്ത് എഴുതി വെച്ചു. സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ട് രാവിലെ 8 o'clock റെഡി ആയിട്ടിരിക്കണം ഓച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് എന്നോട് വന്ന് പറയുവാനിടയായി തീർന്നു. കാരണം പല പ്രാവശ്യങ്ങൾ, പല ദിനങ്ങൾ പരയിലുള്ള ടാറ്റ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്താൽ ദിവസങ്ങൾ മാറിയതിനു ശേഷം മാത്രമേ അവിടെ സർജറി നടക്കത്തുള്ളൂ. അത്രത്തോളം തിരക്കുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹൈലി റെക്കമെൻഡേഷൻ വേണം, ഇല്ലാതെ അവിടെ നടക്കത്തില്ല. പക്ഷെങ്കിൽ ആ രാത്രിയിൽ ദൈവം എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ഡോക്ടറെയും കൊണ്ട് കർത്താവിന്റെ ഫയലിനകത്ത് എഴുതിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമായി ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റുള്ള ദേവദാസന്മാരൊക്കെ ചോദിച്ചു, റിയലി അനീഷയെ? ആമേൻ. അച്ഛനെ വിളിച്ചു ചോദിച്ചു, റിയലി ബ്ലസ്സിന്റെ സർജറി ഇന്ന് കഴിഞ്ഞായിരുന്നോ? കാരണം ആ പാസ്റ്റർ സഹോദരനെ കൊണ്ട് 3 പ്രാവശ്യം പോയിട്ടും പാസ്റ്റർ സഹോദരന്റെ സർജറി മാറ്റിവെച്ച അതേ ഹോസ്പിറ്റലിൽ പാസ്റ്റർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വൈകിട്ട് വിളിച്ചു ചോദിച്ചു, സത്യത്തിൽ ബ്ലസ്സിന്റെ സർജറി ഇന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. കാരണം അത്രത്തോളം ദൈവത്തിന്റെ അത്ഭുതകരം അതിൽ അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, പരീക്ഷയോട് കൂടി പോക്ക് വഴിയും തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങളിൽ കൂടി കർത്താവ് നടത്തി. ഞാൻ അതൊന്നും വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പറയേണ്ട 1-2 കാര്യങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സർജറിക്ക് ശേഷമുള്ള ഹൈ ഡോസ് കീമോ എനിക്ക് അവർ തരികയാണ്. 2020 ജൂലൈ മാസത്തിൽ എന്റെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഒരു സൈക്കിൾ കഴിഞ്ഞു, 21 days ഗ്യാപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സൈക്കിൾ ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ് എനിക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈ ഫീവർ ആയിട്ട് ഞാൻ ഭാരപ്പെട്ടു. ഒരു ചൊവ്വാഴ്ച പകൽക്കാലം എനിക്ക് എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ പനിയുടെ അസ്വസ്ഥയാൽ ഞാൻ ഭാരപ്പെട്ടു. വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ ഡോക്ടറെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് തീരെ വയ്യ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ നീ വന്നിട്ട് നീന്റെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദേശം മുഴുവൻ, രാജ്യം മുഴുവൻ, ലോകരാജ്യങ്ങളെല്ലാം കോവിഡിനാൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അനുഭവത്തിൽ
ആമേൻ. എന്റെ ഇമ്മ്യൂണിറ്റി പവറിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവാണ്. ഹൈ ഡോസ് ആണ് കീമോ എനിക്ക് തരുന്നത്. പരാശ്രയം കൂടാതെ കർത്താവിന്റെ ദാസനോ പപ്പായോ പിടിക്കാതെ എനിക്ക് ബെഡിൽ എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. സ്വന്തമായി എന്റെ ഓരോ ആവശ്യങ്ങൾ പോലും ബ്രഷ് ചെയ്യുവാൻ പോലുമുള്ള ആരോഗ്യം എനിക്കില്ല. അത്രത്തോളം ഞാൻ ക്ഷീണതയായിരിക്കുന്ന ആമേൻ സമയമാണ്. ഒരു ആഹാരം കഴിക്കുവാൻ കഴിയത്തില്ല. വളരെ വൊമിറ്റിങ്ങിനാൽ ഞാൻ ഭാരപ്പെടുന്നു. അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും ലോ ആയിരിക്കുന്ന സമയത്തിൽ ഡോക്ടറുടെ ഈ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടാക്കി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാരമായി. പനിയുണ്ട് എങ്കിൽ തന്നെയും കോവിഡ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞങ്ങൾ ആരും പോയിരുന്നില്ല. എന്നാൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാനസികമായി വളരെ ഭാരമായി. വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾ കർത്താവിന്റെ ദാസന്റെ പിതാവ് ഞങ്ങളോട് ഒരുമിച്ചുണ്ട്. ഞങ്ങൾ 5 പേരും ഈ പട്ടണത്തിൽ ഈ ചെറിയ സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ പാർക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ കടന്നുറങ്ങുകയാണ്. എന്നാൽ കോവിഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയമായി. എന്നാൽ ആ സന്ധ്യയെങ്കിൽ ഞാൻ ക്ഷീണിതയായി പനിയുടെ അസ്വസ്ഥതയാൽ വളരെ ശാരീരിക പ്രയാസങ്ങൾ ഞാൻ വിശ്രമിക്കുകയാണ്. ബെഡിൽ കിടക്കുകയാണ്. എനിക്ക് മനസ്സിന് ഭാരമേറുന്നു, ശരീരത്തിന് ക്ഷീണമേറുന്നു. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇത്രത്തോളം ക്ഷീണിതയാണ്. അനേക രോഗികൾ മരിക്കുന്നതായിട്ട് ന്യൂസിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന, കീമോതെറാപ്പി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന അനേകർ കോവിഡ് വന്ന് മരിക്കുന്നതായിട്ട് ദിനംതോറും ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞാന് എന്തായിത്തീരും എന്റെ അവസ്ഥ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. എന്നാൽ ആ സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. 18-ാം സങ്കീർത്തനമെന്ന്. ഞാൻ അങ്ങനെ വേദനയുടെ ആഴത്തിൽ കൂടി, പനിയുടെ അസ്വസ്ഥയുടെ ആഴങ്ങളിൽ കൂടി കിടക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു 18-ാം സങ്കീർത്തനം. അതിനകത്തെ കുറച്ച് വാക്യങ്ങളൊക്കെ എനിക്ക് മനഃപ്പാടമാണ്. ഞാൻ ആ മനഃപ്പാടമുള്ള അറിയാവുന്ന വാക്യങ്ങളൊക്കെ, ആദ്യത്തെ വാക്യങ്ങളെല്ലാം ഞാൻ മനഃപ്പാടം പറഞ്ഞു. അതിൽ 16, 17 വാക്യങ്ങൾ എത്തിയപ്പോഴേക്കും ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് വളരെ ഹൃദ്യമായി ശക്തമായ വചനത്തിൽ കൂടി സംസാരിച്ചു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2 വചനങ്ങൾ കർത്താവ് എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്ത് പ്രതിസന്ധി വന്നാലും, എന്താ വചനത്തിൽ വായിക്കുന്നത്, പെരുവെള്ളത്തിന്റെ അനുഭവം. ആമേൻ. വചനത്തിന്റെ വിശദീകരിക്കുവാൻ എന്റെ മുമ്പിൽ സമയമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ജസ്റ്റ് മണി ഷെയർ ചെയ്യുവാനായിട്ടാണല്ലോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പെരുവെള്ളത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ബലമുള്ള ശത്രു. എന്താ വായിക്കുന്നത്? അതിന്റെ അവസാനത്തിൽ എന്താ വായിക്കുന്നത്? അവർ എന്നിലും ബലമേറിയവരാ. പെരുവെള്ളത്തിൽ സാധാരണ ഒരു വ്യക്തിക്ക് കാലുകൾ ഉറപ്പിച്ച് നിൽക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ വിടുവിച്ചെടുക്കുവാൻ മാനുഷിക കരങ്ങൾക്ക് അസാധ്യമായിരിക്കുമ്പോൾ, നമ്മിലും ബലമേറിയ ശത്രുവിന്റെ ആമേൻ ആക്രമണങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മിലും ബലമേറിയ ശത്രുവിന്റെ ആമേൻ ആ പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിൽ നമ്മളായിത്തീരുമ്പോൾ ഉയരത്തിൽ നിന്ന് ആ കരം രക്ഷയ്ക്കായി ഉണ്ട് എന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഈ വൈകിയ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ആമേൻ, ഞാനും നിങ്ങളും ആമേൻ പെരുവെള്ളം പോലെയുള്ള അനുഭവങ്ങളിലായിത്തീരുമ്പോൾ, ശത്രുവിന്റെ ആക്രമണങ്ങളാൽ നമ്മൾ വല്ലാത്ത കഷ്ടത്തിലായിത്തീരുമ്പോൾ ഭാരപ്പെട്ട് പോകേണ്ട കാര്യമില്ല. ദൈവജനമേ, അസ്വസ്ഥരായി തീരേണ്ട കാര്യമില്ല. ഉയരത്തിലെ കരം എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കായി ഉണ്ടെങ്കിൽ ആ കരത്തിൽ ആശ്രയിച്ചോ, ആ കരത്തിൽ മുറുകെ പിടിച്ചോ. ആ കരം ആമേൻ നിന്നെ താങ്ങും. ആ കരം നിന്നെ വലിച്ചെടുക്കുവാൻ ഇടയായി തീരും. എനിക്ക് മനസ്സിലായി, ഒരുപക്ഷെ എന്റെ കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കർത്താവിന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതയാണെന്ന് ആ സന്ധ്യയെങ്കിൽ ദൈവാത്മാവിനോട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു. രാത്രി റിപ്പോർട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കോവിഡ് പോസിറ്റീവ് ആയിരിക്കുമെന്ന്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ എന്നെ അറിയാവുന്നവർ, എന്റെ പ്രിയപ്പെട്ടവർ, ഒത്തിരി ജനം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അടിയന്റെ രോഗാവസ്ഥയിൽ പ്രാർത്ഥിച്ച അനേക ദൈവജനങ്ങളുണ്ട്, അനേക സഭകളുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിച്ച സഭകൾ, ദൈവമക്കളുണ്ട്. പ്രിയ അനിതാന്റിയൊക്കെ എന്റെ രോഗാവസ്ഥ എന്നെ വിളിക്കുകയും ഞാൻ ഒരു പ്രാവശ്യം പോലും അവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഈ കഴിഞ്ഞ മാസമാണ്. എന്നാൽ കാണാത്ത ആമേൻ പ്രിയപ്പെട്ടവർ എന്നെ വിളിക്കുന്നു, അങ്കിൾ ആന്റി വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശ്വാസവാക്കുകൾ പറയുന്നു. നമുക്ക് തരുന്ന ബലം എത്ര വലുതാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അടിയനു വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവിന്റെ അത്ഭുതകരമാവുന്ന സൗഖ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമേൻ, സ്തോത്രം. ഈ കോവിഡ് ആമേൻ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ 21 ദിവസക്കാലം എനിക്ക് പനിയുടെ അസ്വസ്ഥ. എല്ലാ ദിവസവും എനിക്ക് ഫീവറാണ്. 3 നേരവും ആമേൻ 100,000 വെച്ച് ഞാൻ പാരസിറ്റമോൾ എടുക്കും. പക്ഷെ എന്നിട്ടും എന്റെ പനി കുറയുന്നില്ല. എല്ലാ ദിവസവും ഈ ഫീവറിനാൽ ഞാൻ ഭാരപ്പെട്ട് പല ആവർത്തി എന്നെ പല ടെസ്റ്റുകൾക്ക് വിധേയമാക്കി. എങ്കിലും എന്റെ പനിയുടെ റീസൺ കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനത്തെ ഒരാഴ്ച എന്നോട് ഡോക്ടർ പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകും, നിനക്ക് ഫീവർ ആയതുകൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഒരു കാര്യം തിരിച്ചറിയണം, കർത്താവിന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതയാണെന്നുള്ള അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് അത് ഈസി വേ ആണെന്ന് കേട്ടോ. അതിനകത്ത് ഒരു കുഴപ്പമില്ല, സന്തോഷമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ആമേൻ, അതൊരിക്കലും ഈസി വേ ആയിരിക്കത്തില്ല. എന്നാൽ ആമേൻ, എത്ര കാഠിന്യമേറിയ അനുഭവങ്ങളാണെങ്കിലും നമ്മൾ കർത്താവിന്റെ കരത്തിൽ സുരക്ഷിതരാണെന്നുള്ള ആ ഉത്തമ ബോധ്യം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, 20ാമത്തെ ദിവസം രാത്രിയിൽ
ഡോക്ടറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നാളെ രാവിലെ 21st ഡേ ആണ്, നിന്റെ കോവിഡ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരു പ്രാവശ്യം കൂടെ നിന്റെ പനിയുടെ റീസൺ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ഒരു ടെസ്റ്റ് കൂടെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഭാരമായി. ആവർത്തിച്ച് കോവിഡ് ടെസ്റ്റ്, പനിയുടെ ടെസ്റ്റുകൾ ചെയ്തിട്ട് കാരണം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. 5 പ്രാവശ്യവും 9 പ്രാവശ്യവും 7 പ്രാവശ്യവും കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആകാതെ പോസിറ്റീവ് ആയവരുടെ കൂടെയാണ് ഞാനും ഒരാഴ്ചയായിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. അവരും ക്യാൻസർ പേഷ്യൻസ് ആണ്, അവരും കീമോതെറാപ്പി എടുക്കുന്നതാണ്. ഇമ്മ്യൂണിറ്റി പവർ തീരെ ലോ ആയതുകൊണ്ട് കോവിഡ് നെഗറ്റീവ് ആകുന്നില്ല. എല്ലാവരും 2 മാസം 1.5 മാസം ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ്. അവരുടെ കൂടെ ഞാനും ഇവിടെ അഡ്മിറ്റാ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്കറിയാം ഇനി നെഗറ്റീവ് ആകാതെ ഒരിക്കലും അവർ വീട്ടിൽ വിടത്തില്ല. സാഹചര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വയ്യ, വളരെ പ്രതിസന്ധി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കിയേ മതിയാവും. എന്റെ പനിയുടെ അസ്വസ്ഥതകൾ, എന്റെ കോവിഡ് ഇതെല്ലാം നീ സൗഖ്യമാക്കണം. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, ഒന്നും അനുകൂലമില്ല. ഒന്നോർത്തുകൊണ്ട് പോലും, കൂടെ കിടക്കുന്നവരെ കണ്ടുകൊണ്ട് പോലും നമുക്ക് ആശ്വസിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആ സന്ധ്യയെങ്കിൽ ഒരു 7-7:30 ആയി കാണും. ഹോസ്പിറ്റലിലെ കിടക്കയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവിന്റെ മേൽ അയച്ചു. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കർത്താവിന്റെ മേൽ അയച്ചു. അന്യഭാഷകളിൽ ഞാൻ കർത്താവിനെ ആരാധിച്ചു. എന്റെ കൂടെ അപ്പുറത്തെ ബെഡിൽ കിടക്കുന്നവർ എന്നെ കണ്ടിട്ട് അവർ വിചാരിച്ചു എനിക്ക് പനി കൂടി, എന്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ അവർക്ക് തോന്നി. ഞാൻ ഫുൾ ഷിവറിങ് ആയി, പനി വന്നിട്ട് എങ്ങനെ വിറയ്ക്കുന്നു അതുപോലെ ഞാൻ ഫുൾ വിറയ്ക്കുകയാണ് കട്ടിലിൽ കിടന്ന്. അവർ വേഗത്തിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് പനി കൂടിയോ, ഞങ്ങൾ ഡോക്ടറെ വിളിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പനി ഒരു പ്രയാസവുമില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചില മിനിറ്റുകൾ കൂടി, ഏകദേശം ഒരു 10-15 മിനിറ്റോളം അന്യഭാഷകളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക സാന്നിധ്യത്താൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കയിൽ കിടക്കുവാൻ ഇടയായി തീർന്നു. ദൈവാത്മാവിന്റെ, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആത്മാവ് ആ രാത്രിയിൽ എന്നെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. അതുവരെ ഞാൻ 10-20 ദിവസമായി അനുഭവിച്ച പനിയുടെ പ്രയാസം, ആ കോവിഡ് എന്ന പകർച്ചവ്യാധിയിൽ നിന്ന് ദൈവം എനിക്ക് അത്ഭുതകരമായ സൗഖ്യം തന്നു. 21ാമത്തെ ദിവസം പിറ്റേന്ന് പ്രഭാതത്തിൽ എന്റെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി തീരുവാൻ ദൈവം അത്ഭുതം ചെയ്തു. ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും കുറഞ്ഞിരുന്നപ്പോൾ, ഏറ്റവും ക്ഷീണതയായി ഞാൻ വിശ്രമിച്ച സമയത്തും കർത്താവ് വിശ്വസ്തനായി തന്റെ സൗഖ്യത്തിന്റെ കരമയച്ച് ആ പകർച്ചവ്യാധിയിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുതലുകൾക്കായി, കർത്താവിന്റെ കരുണയ്ക്കായി ഈ പയ്യവേളയിൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എന്റെ കൂടെ അവിടെ കിടന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു, അവർക്കൊക്കെ വളരെ സന്തോഷമായി. ഒരാൾക്കെങ്കിലും കോവിഡ് വാർഡിൽ പോകാമല്ലോ എന്ന് പറയുവാനിടയിൽ തീർന്നു. അവരാരും യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി എന്റെ ബെഡിൽ കരഞ്ഞ് തകർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ആർക്കും യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ 4-5 സെന്റൻസിൽ അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഇത്രയും വിശ്വസിക്കുക, യേശു എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമെങ്കിൽ ഈ കോവിഡിൽ നിന്നും എനിക്ക് സൗഖ്യം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. എന്നാൽ അടുത്ത ഒരാഴ്ചക്ക്, എവരി 3 ഡേയ്സിലാണ് അവരെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ഒരാഴ്ചക്കകം അവര് 3 പേര് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായി തീരുവാൻ ദൈവം അത്ഭുതം ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രാർത്ഥനയുടെ മിടുക്കല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല. ഞാൻ ഒരാഴ്ച ഇവിടെ അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വയ്യ കർത്താവ്, ഞാൻ എന്തിനാ ഇവിടെ അഡ്മിറ്റ് ആയെന്നൊക്കെ ദൈവത്തോട് ചോദിച്ചു. പക്ഷേ ഭവനത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ആ 3 പേരും അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം യേശു എന്ന ദൈവം ഉണ്ടെന്ന് കേൾക്കുവാൻ, ജീവിക്കുന്ന ദൈവം എന്ന് കേൾക്കുവാൻ, സൗഖ്യദായകനായ കർത്താവിനെ കേൾക്കുവാൻ ഞാൻ അവിടെ അഡ്മിറ്റ് ആയി. പ്രിയപ്പെട്ടവരെ, അതൊന്നും നമുക്ക് സന്തോഷമല്ലല്ലേ, നമുക്ക് സുഖമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് സുഖമില്ലെങ്കിലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മയ്ക്കായി നമ്മുടെ കഷ്ടങ്ങൾ ഭവിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവം നടത്തിയ വഴികൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആ പകർച്ചവ്യാധിയിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യം ദൈവം എനിക്ക് നൽകി. ആമേൻ, സ്തോത്രം. ഒറ്റ കാര്യം കൂടെ 2-3 മിനിറ്റിനകത്ത് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ സമയം തീർന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ രോഗത്തിൻ്റെതായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും 17-18 മാസങ്ങൾ നീണ്ട ട്രീറ്റ്മെന്റിൽ ഞാൻ വിധേയായി തീർന്നു. അതിൻ്റെതായിട്ടുള്ള പല സൈഡ് എഫക്റ്റും എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് പരസഹായം കൂടാതെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ഭവനത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ആമേൻ ഒന്നും എനിക്ക് കഴിയത്തില്ല. കൈയടിക്കുവാൻ കഴിയത്തില്ല. ബൈക്ക് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുവാൻ കഴിയത്തില്ല. പല അസ്വസ്ഥതകളാൽ ഞാൻ ഭാരപ്പെട്ടു. ആമേൻ, സ്തോത്രം. ഞാൻ ട്രീറ്റ്മെന്റ് തീരാറായ സമയത്ത് വളരെ ക്ഷീണമായ അസ്വസ്ഥയായി ഭാരപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത്രത്തോളം ഞാൻ ക്ഷീണതയാണെങ്കിൽ എനിക്ക് നിന്റെ വേല ചെയ്യുവാൻ കഴിയുകയില്ല. ഈ രോഗം എനിക്ക് ഉണ്ട് എന്നറിഞ്ഞ സമയത്ത് ഞാൻ അത് പറയാൻ മറന്നുപോയി. ഈ രോഗമുണ്ടെന്ന് എനിക്കറിഞ്ഞ സമയത്ത് ഞാൻ കർത്താവിനോട് ഒറ്റ കാര്യം പ്രാർത്ഥിച്ചോളൂ, കർത്താവേ, എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതാണെന്നോ അല്ലെങ്കിൽ എന്റെ പിതാവ് ഞങ്ങളോട് കൂടെയുണ്ട്, പിതാവിനെ ശുശ്രൂഷിക്കണമോ ഒന്നും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചില്ല. ഞാൻ കർത്താവിനോട് ഇത്രയും പ്രാർത്ഥിച്ചു, ദൈവമേ,
ദൈവമേ 17-ാമത്തെ വയസ്സിൽ വളരെ ചെറിയ പ്രായത്തിൽ നിന്റെ ശബ്ദം കേട്ട് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചതാണ്. അങ്ങ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ തീർന്നു എങ്കിൽ എനിക്ക് യാതൊരു ഭാരവുമില്ല. ഇല്ല കർത്താവിനെയും എന്നിൽ കൂടി എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ഇനിയും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കർത്താവിന്റെ വേലയിൽ ഞാൻ പ്രയോജനപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ വേലയ്ക്കായി ആമേൻ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുവാൻ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തന്ന് അങ്ങയുടെ വേല ചെയ്യുവാനുള്ള ആയുസ്സും ആരോഗ്യവും എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവൻ വേറൊന്നും ഞാൻ ആ ദിനങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. തുടർമാനമായി ഏകദേശം 2-3 ആഴ്ചക്കാലം ഞങ്ങളുടെ ദൈവസഭയുടെ പ്രാർത്ഥന എന്നും ഈ വീട്ടിൽ വെച്ചുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇത് മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ളൂ, ദൈവവേല ചെയ്യുവാനുള്ള ആയുസ്സും ആരോഗ്യം. അതുകൊണ്ട് ഞാൻ ഇന്നും ഇത്രയേ ക്ഷീണമുണ്ടായിട്ടും ടെസ്റ്റ് മണി ഷെയർ ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ദൈവം തരുന്ന ഒരു സമയങ്ങൾ പോലും ഞാൻ പാഴാക്കാറില്ല. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം മുൻപും ഞാൻ കർത്താവിന്റെ വേല ഉദാസീനതയോട് കണ്ടിട്ടില്ല. എങ്കിലും ഏതൊക്കെയോ മേഖലകളിൽ ക്ഷീണിച്ചു പോയ അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇതിനു ശേഷം ദൈവം തരുന്ന വചന ശുശ്രൂഷയോ എന്താണോ കർത്താവ് എന്നിൽ കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അതെനിക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും, ഞാൻ ഏറ്റവും ക്ഷീണതയായിരുന്നപ്പോഴാ ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഓൺലൈനിൽ ബൈബിൾ ക്ലാസ് എടുക്കാമോ? എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല, എനിക്ക് വളരെ ക്ഷീണതയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, കർത്താവ് തരുന്ന ഓരോ അവസരങ്ങളും എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ആമേൻ അത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, കാരണം ദൈവം എനിക്ക് തന്ന ആയുസ്സാണ്. ഹല്ലേലൂയ. ആമേൻ ഞാൻ അത്രത്തോളം പറഞ്ഞു വരട്ടെ. ആമേൻ എനിക്ക് ക്ഷീണത കൊണ്ട് ഞാൻ കർത്താവ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ഒരു വെള്ളിയാഴ്ച ഇതുപോലെ ഞാൻ ഒരു ഓൺലൈൻ പ്രേയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ 2021 മാർച്ചിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ഓൺലൈൻ പ്രേയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ്, ഞാൻ പ്രാർത്ഥനയ്ക്ക് 11 മണിക്ക് ജോയിൻ ചെയ്തപ്പോൾ വളരെ ക്ഷീണത്തോടെ കിടക്കുന്നത്, എനിക്ക് ബെഡിൽ ഇരിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ഫോൺ ഓൺ ചെയ്തിട്ട് ഹെഡ്സെറ്റ് വെച്ച് ഫോൺ വെച്ച് ഞാൻ കിടക്കുകയാണ്. എന്നാൽ 11:30 ആയപ്പോൾ ആ ദേവദാസി പറഞ്ഞു, ആമൻ ഇപ്പോൾ ബ്ലെസ്സസ് പാട്ട് പാടുമെന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ കണ്ടില്ല, ഞാൻ കിടക്കുകയല്ലേ. എന്നാൽ ഞാൻ ചാടി എഴുന്നേറ്റ്, ദൈവമേ ഞാൻ ഏത് പാട്ടാ പാടുന്നതെന്ന് വിചാരിച്ചു. ഒരു 2 സെക്കൻഡിനകത്ത് കർത്താവിന്റെ നാവിൽ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ എന്നുള്ള ആ ഗാനം നൽകി തന്നു. പ്രിയപ്പെട്ടവരെ, ആ ഗാനം പാടി 11:30 മുതൽ 12:50 വരെ ഈ റൂമിനകത്ത് പരിശുദ്ധാത്മാവിന്റെ തികഞ്ഞ സാന്നിധ്യത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അന്ന് വരെ ഞാൻ അനുഭവിച്ച സൈഡ് എഫക്റ്റുകൾ മുഴുവൻ ആ പകൽ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, പാട്ടുപാടി അവസാനത്തിൽ പറയാനുള്ളത് മാത്രമല്ല കേട്ടോ അന്യഭാഷ. നാം അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ മേൽ പകർന്ന ആത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകും, നമ്മുടെ ബലഹീനതകൾ മാറും, നമ്മുടെ ക്ഷീണങ്ങൾ മാറും, നമ്മുടെ അസ്വസ്ഥതകളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടുമെന്നുള്ള ജീവിതത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തമായ വേറൊരു രാജ്യത്തായിരിക്കുന്നത് എനിക്കറിയാം, ജോലി മേഖലയിലായിരിക്കുന്നവരാണ് എല്ലാവരും എന്നും എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം, ഈ കർത്താവിന്റെ ദാസൻ പല വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത് എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളെ രാജ്യത്താക്കിയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ രാജ്യത്ത് കർത്താവിനെ അറിയാത്ത ചില ജീവിതങ്ങൾക്ക് യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ വരുന്ന ദിനങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചില ആന്റിമാരെ, ആമേ ചില ദൈവദാസന്മാരെ, ചില മാതാക്കളെ ആമേ കർത്താവ് ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ആമേ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പരിമിതികൾ കാണും, നിങ്ങൾക്ക് പറയുവാനുള്ള പരിമിതികൾ പലതും നിങ്ങളുടെ മുൻപിൽ കാണും. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്ന സഹോദരിയെ, ആമേൻ നിന്നിൽ കൂടി യേശുവിനെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില ജീവിതങ്ങൾ കൂടി കർത്താവിനെ കാണുവാനുള്ള മുഖാന്തരമായി ദൈവം നിങ്ങളെ വരുന്ന ആമേൻ ദിവസങ്ങളിൽ ആ രാജ്യത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എനിക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. ആമേൻ. ഇതുവരെ കർത്താവ് നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് ഇനിയും തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും പറയാനുള്ള സമയങ്ങളല്ലല്ലോ. ആമേൻ. കർത്താവ് ഈ അവസരങ്ങൾ ഒരുക്കുന്നെങ്കിൽ മറ്റൊരു സമയത്താകട്ടെ. ഇത്രത്തോളം ദൈവം നടത്തുന്നു, ഇത്രത്തോളം ദൈവം നടത്തി. സർവശക്തനായ കർത്താവിന് സകല മാനവും അർപ്പിക്കുന്നു, സകല മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് പകലും ആമേൻ നിങ്ങളോട് കർത്താവ് എനിക്ക് ചെയ്ത നന്മയെ കുറിച്ച് പറയുവാൻ ദൈവം സഹായിച്ചു. കൃപകൾക്കായി സ്തോത്രം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച അവസരങ്ങൾ നൽകി എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. തുടർന്നും ഓർക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമേ. കുടുംബമായി ഞങ്ങളെ ഓർക്കണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.